കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വൈകിട്ട് 4:30-ക്കാണ് പുറത്തിറങ്ങിയത്. വിടുതൽ നടപടികൾ അതീവ രഹസ്യമായാണ് പൂർത്തിയാക്കിയത്. കോടതി ഉത്തരവിന് പുല്ലുവില. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ധർമ്മസ്ഥലയിൽ അതിക്രൂര ലൈംഗികാതിക്രമത്തിനിരയായ 100ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ജീവനക്കാരന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും പോലീസ് സുരക്ഷ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏത് സമയത്തും തനിക്കും കുടുംബത്തിനും നേരെ അക്രമമുണ്ടായേക്കാമെന്ന മൊഴിയെ തുടർന്നാണ് കോടതി ഇയാൾക്ക് സുരക്ഷയൊരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. സംഭവത്തിലെ ഏക സാക്ഷി കൂടിയാണ് ഇയാൾ. നിലവിൽ അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ് ശുചീകരണ തൊഴിലാളി. ഇയാളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇതിലും മെല്ലെ പോക്ക് തുടരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ മാതാവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അതേസമയം മുൻ ജീവനക്കാരന് സുരക്ഷ നൽകാൻ ഇയാൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പോലീസിന്റെ വിചിത്രവാദം. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഉടൻ നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അത് എന്ന് നടക്കുമെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ ചുരുളരിയാൻ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇരകളുടെ കുടുംബങ്ങളും. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. വഞ്ചനയിലൂടെ 1.90 കോടി രൂപ തട്ടിയെടുത്തുവെന്ന തലയോലപ്പറമ്പ് സ്വദേശിയും നിർമ്മാതാവുമായ ഷംനാസിന്റെ പരാതിയിലാണ് കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണത്തിന്റെ പേരിൽ പണം തട്ടിയെന്നാണ് പരാതി. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു.